നമസ്കാരം. ആത്മീയ കഥകളാണ് നാം കേൾക്കുന്നത്. പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും ശക്തി തരുന്ന ഒരു ആയുധമാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ മുന്നോട്ടു പോകാൻ, ജീവിതത്തെ തരണം ചെയ്യാനൊക്കെ നമുക്ക് ഒരു താങ്ങാവുന്ന ദർശനം വേണം, കരുത്താവുന്ന ദർശനം വേണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസിദ്ധമായ ദൈവദശകം വിദ്യാർത്ഥികൾക്ക് ചൊല്ലിപ്പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സാധനാധന്യമായ ചിന്തയാണ്. ദൈവമേ കാത്തുകൊൾക്കങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻ തോണി നിൻ പദം എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രാർത്ഥന. ദൈവമേ എന്നതിന് ഈ പ്രപഞ്ചശക്തിയോടുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിലെ എല്ലാ ആദരവും നിറഞ്ഞ ഒരു തുറവിയുടെ ഒരു ആഹ്വാനമായി, ഒരു വിളിയായി അത് അനുഭവപ്പെടാറുണ്ട്. ദൈവമേ എന്നത് ഒരു വിശ്വാസിക്കും അവിശ്വാസിക്കുമൊക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വിളിയാണ്. വിധി എന്നൊരു വാക്കുകൂടിയുണ്ട് സംസ്കൃതത്തിൽ അതിന്. എൻ്റെ വിധാതാവ്, എന്നെ ഈ രീതിയിൽ രൂപപ്പെടുത്തിയ പ്രപഞ്ചം, ഇതിനെയൊക്കെയുള്ള ഒരു തുറന്ന വിളിയാകാം അത്. ഈ ഭവാബ്ധിക്ക്, ഈ ലോകത്തെ മറുകര കടക്കുന്നതിനുള്ള ഈ ഭവസാഗരത്തിന്, അതിനൊരു മറുകര കടക്കാൻ ഒരു തോണിയുണ്ടെങ്കിൽ ആ ആവിക്കപ്പലിന്, ആ തോണിക്ക് അങ്ങാണ് നാവികൻ എന്ന ഒരു വിശ്വാസം. അങ്ങ് നയിക്കുന്ന, അങ്ങ് നാവികനായി നിന്നുകൊണ്ട് നയിക്കുന്ന ഈ തോണിയിലിരുന്ന് ഞങ്ങൾ ജീവിതം സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു എന്നൊരു വിശ്വാസം, ഇത് ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തെ മുന്നോട്ടു നയിക്കാൻ ഏറ്റവും പ്രേരണ നൽകുന്നതാണ്. വിശ്വപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ് എന്ന ഇംഗ്ലീഷ് കവിത. അത് വിശ്വാസിയുടെയും ചിന്തിക്കുന്നവരുടെയും ഒക്കെ മനസ്സിൽ വളരെ ധന്യമായ അനുഭൂതികൾ ഉയർത്തുന്ന ഒരു കവിതയാണ്. കവിതയുടെ സാമാന്യമായ മലയാള ആവിഷ്കാരം ഇങ്ങനെയാണ്. ഒരാൾ ഒരിക്കലൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ അയാൾ ഒരു കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. സ്വച്ഛമായ ശാന്തമായ കടൽ തീരം. കടൽ ഇങ്ങനെ തിരമാലകളെ കൊണ്ട് സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശാന്തമായ ഒരു വൈകുന്നേരം. ഈ കടൽ തീരത്തെ സ്വച്ഛത അറിഞ്ഞ്, കാറ്റ് അനുഭവിച്ച്, ശരീരത്തിൽ തട്ടുന്ന പ്രകൃതിയുടെ ആനന്ദമറിഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കടലിലെ മണ്ണിൽ ഇങ്ങനെ പതിയുന്നത് നമുക്ക് കാണാം. അങ്ങനെ തൻ്റെ കാൽപാദങ്ങൾ പതിയുന്നതിനോടൊപ്പം തന്നെ അയാൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു, മറ്റൊരു കാൽപാദം കൂടി തന്നോടൊപ്പം നടക്കുന്നു. അയാൾ പതുക്കെ തിരിഞ്ഞു നോക്കി. ഈ പാദങ്ങൾ തന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഇയാൾക്ക് തോന്നി, തനിക്ക് കാവൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിയാകാം. ശരീരത്തിൻ്റെ ഉടമയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പാദങ്ങൾ തനിക്ക് സംരക്ഷണം നൽകുന്ന എന്തോ ഒരു സാധ്യതയാകാം എന്ന് തോന്നിക്കൊണ്ട് തൻ്റെ കൂടെയുള്ള കാൽപാദങ്ങളുടെ സൗന്ദര്യവും സുരക്ഷിതത്വവും ആസ്വദിച്ചുകൊണ്ട് നടന്നു തുടങ്ങി. രണ്ടുപേർ ചേർന്ന് നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതനുഭവിച്ചുകൊണ്ട് അയാൾ നടന്നു. അങ്ങനെ നടന്ന് കുറച്ചുകൂടി നടന്ന് മുന്നോട്ട് പോയപ്പോൾ കടലിൻ്റെ ഭാവമൊക്കെ മാറാൻ തുടങ്ങി. കാറ്റും കോളും വരാൻ തുടങ്ങി. കടൽ പെട്ടെന്ന് ക്ഷോഭിക്കാൻ തുടങ്ങി. പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ കടൽ തിരമാലകൾ രൗദ്രഭാവം പൂണ്ടുകൊണ്ട് കരയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. കടലിൻ്റെ ഗതിവിഗതികളാകെ മാറി. അവിടെ നിന്നിരുന്നവരൊക്കെ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വലിയ അനൗൺസ്മെൻറ്റുകൾ വരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഇയാൾ വളരെ സുരക്ഷിതത്വത്തോടു കൂടി തൻ്റെ കൂടെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാവലായി ഏതോ ഒരു ഈശ്വര സാന്നിധ്യമുണ്ടല്ലോ എന്നറിഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ തിരമാലകളിലും കാറ്റിലും കോളിലും പെട്ട് കടൽ കരയിലേക്ക് ഇരമ്പിയടുത്ത് ഭയചകിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിയപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ
ആ കാൽപാദങ്ങൾ കാണുന്നില്ല. തൻ്റെ കാൽപാദങ്ങളേ ഉള്ളൂ. ഇയാൾ എങ്ങനെയൊക്കെയോ ഓടി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. കടൽ കുറച്ചു നേരങ്ങൾക്ക് ശേഷം ശാന്തമായി. കടലിലെ തിരമാലകളടങ്ങി, കാറ്റടങ്ങി. ഇയാൾ വീണ്ടും കടൽ തീരത്തുകൂടി ആ നടപ്പ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നടന്നു തുടങ്ങി. പെട്ടെന്നതാ വീണ്ടും പഴയ സംഭവം. ആ കാൽപാദങ്ങൾ കൂടെയുണ്ട്. ഈ കാൽപാദങ്ങളുടെ സാന്നിധ്യം കണ്ട നിമിഷം അയാൾ അവിടെ നിന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ആ കാൽപാദങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ ദൈവം. അപ്പോൾ അയാൾ കുറച്ചുകൂടി ക്രുദ്ധനായി ചോദിച്ചു, നിങ്ങൾ ദൈവമാണ് എങ്കിൽ നിങ്ങളോടൊരിക്കലും ഞാൻ പൊറുക്കുകയില്ല. നിങ്ങൾ എൻ്റെ സന്തോഷ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഞാൻ സന്തോഷത്തോടെ കടൽ ആസ്വദിച്ച് നടന്നപ്പോൾ നിങ്ങളുടെ കാൽപ്പാടുകൾ എൻ്റെ കൂടെ ഞാൻ കണ്ടു. ദാ വീണ്ടും നിങ്ങൾ എൻ്റെ കൂടെ പിന്തുടരുന്നു. പക്ഷേ എനിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങൾ എന്നിൽ നിന്നും അകന്നുപോയി. അപ്പോഴായിരുന്നു നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് അത്യാവശ്യമായത്. നിങ്ങൾ എന്നിൽ നിന്നും അകന്നുപോയി. അപ്പോൾ ഞാൻ ഒരു ദൈവത്തെയും കണ്ടില്ല, എൻ്റെ കാലടികളെ മാത്രമേ കണ്ടുള്ളൂ എന്ന് കുറച്ചു ക്രുദ്ധനായി മറുപടി പറഞ്ഞു. ഈ സമയത്ത് പതിഞ്ഞ ശാന്തമായ ശബ്ദത്തിൽ ദൈവവചനം തിരിച്ചു പറഞ്ഞു, കുഞ്ഞേ, നീ പ്രക്ഷോഭത്തിൽപ്പെട്ടപ്പോൾ, കടൽ പ്രക്ഷുബ്ധമായപ്പോൾ നിന്നോടൊപ്പം ഞാനില്ലായിരുന്നുവെന്ന് നീ എന്താണ് പറയാൻ കാരണം? ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ കാൽപാദങ്ങളല്ലല്ലോ, എൻ്റെ കാലുകളിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ദൈവം തൻ്റെ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, കുഞ്ഞേ, ആ സമയത്ത് അത് നിൻ്റെ കാൽപാദങ്ങളായിരുന്നുവെന്ന് നിനക്കെന്താണ് ഉറപ്പുള്ളത്? ആ സമയം നീ രക്ഷപ്പെടാനായി തത്രപ്പാടെടുത്ത ആ സമയം നിന്നെ ഞാൻ എൻ്റെ കൈകളിലെടുത്തിരിക്കുകയായിരുന്നു. എൻ്റെ കാലുകളാണ് കുറച്ചുകൂടി ശക്തമായി, നിൻ്റെ കൂടി ഭാരമുണ്ട്, കുറച്ചുകൂടി ശക്തമായി ഭൂമിയിൽ പതിഞ്ഞു കണ്ടത് എൻ്റെ കാൽപാദങ്ങളാണ്. നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാൾ അത്ഭുതാദരങ്ങളോടെ, കൃതജ്ഞതയോടെ, കണ്ണു നിറഞ്ഞുകൊണ്ട് ഈ ദൈവവാക്യം കേട്ടപ്പോഴേക്കും അയാൾ സ്വപ്നത്തിൽ നിന്നുണർന്നു. ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ് എന്ന പ്രസിദ്ധമായ, പലരെയും ലോകസാഹിത്യത്തിൽ പലരെയും ആശയപരമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു കവിതയുടെ ആശയം ഇതാണ്. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ചില വലിയ അനുഗ്രഹങ്ങൾക്കുള്ളിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഒരുപക്ഷെ നാം പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ അനുഗ്രഹങ്ങളാണ് എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് നാം പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അത്തരം ചില അനുഗ്രഹങ്ങളിലാണ്, അത്തരം ചില മൗന സാന്നിധ്യങ്ങളിലാണ്, അത്തരം ചില നിശബ്ദ സാന്നിധ്യങ്ങളിലാണ് ഒരു പ്രശ്നത്തിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ചില സൗഹൃദങ്ങളിലാണ് നാം ഈശ്വരനെ ദർശിക്കേണ്ടത്. സ്നേഹത്തോടെ നമ്മെ ചേർത്തു നിർത്തുന്ന, നമ്മെ പുൽകുന്ന പ്രകൃതിയുടെ ചില അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ, ചില സ്നേഹ സാന്നിധ്യങ്ങൾക്ക് മുന്നിൽ, ചില സൗഹൃദങ്ങൾക്ക് മുന്നിൽ നാം ഒരു നിറകൺചിരിയോടെ ഒരുപക്ഷേ ഇരുന്നു പോകുന്നത് അവയിൽ നാം കാണുന്ന ഈശ്വര സാന്നിധ്യങ്ങളിലൂടെയാകാം. ഈശ്വരൻ എന്നത്, ദൈവമെന്നത് നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത് നാം ചിത്രങ്ങളിലോ കലണ്ടറുകളിലോ ഒക്കെ കണ്ടിട്ടുള്ള ആഭരണ വിഭൂഷിതനായിട്ടാവണമെന്നില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഭാവനയാകാം. പക്ഷേ ഈശ്വരൻ എന്നത് സ്നേഹമാണ്, കാരുണ്യമാണ്, കരുതലാണ്. നാം അറിയാതെ ഈ പ്രപഞ്ചത്തിൽ നിന്നും അനുഭവിക്കുന്ന ചില സ്നേഹ സാന്നിധ്യങ്ങളാണ്. നമസ്കാരം.